നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവലിൽ പ്രിപ്പയർ ചെയ്ത് GT നോളജ് ഉള്ള ഒരാൾക്ക് ഓവർസെറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിരിക്കും. നമ്മുടെ LSTD എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ജൂലൈ 8-നാണ് എക്സാം വരുന്നത്. നമ്മുടെ കയ്യിൽ ഇനി ഹാർഡ്ലി ഒരു 2 മാസമാണുള്ളത്. ഈ 2 മാസത്തിനുള്ളിൽ എന്ന് പറയുന്ന വലിയ സിലബസ് നമ്മൾ കവർ ചെയ്യാൻ വേണം. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 60 മാർക്ക് ആയിരിക്കണം. 60 മാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആദ്യത്തെ അഡ്വൈസിൽ ജോലി ലഭിക്കുകയുള്ളൂ. സോ ഈ ഒരു സെനാരിയോയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ, ഏതൊക്കെ സബ്ജക്ട്സിന് പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ 60 എന്ന് പറയുന്ന ടാർഗറ്റിലെത്താം, അല്ലെങ്കിൽ 60+ എന്ന് പറയുന്ന ടാർഗറ്റിലെത്താമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിലബസിൽ BTechൽ പഠിച്ചിട്ടുള്ള എല്ലാ സബ്ജക്ട്സും തന്നെയുണ്ട്. സബ്ജക്ട്സിനെല്ലാം തന്നെ 10 മാർക്ക് വെച്ചിട്ടാണ് വെയിറ്റേജ് ഇട്ടിട്ടുള്ളതെങ്കിൽ കൂടി നമ്മൾ ആ സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചില സബ്ജക്ട്സ് ക്ലബ്ബ് ചെയ്തിട്ടാണ് 10 മാർക്ക് കൊടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ സിലബസിൽ പറയുന്ന മെക്കാനിക്സ് ആൻഡ് സോളിഡ്സും സ്ട്രക്ചറൽ അനാലിസിസ് കൂടി കമ്പൈൻ ചെയ്താണ് 10 മാർക്ക് പറഞ്ഞിട്ടുള്ളത്. അതായത് രണ്ടിനും ഈക്വൽ വെയിറ്റേജ് 5-5 എന്ന രീതിയിൽ. അല്ലെങ്കിൽ ചിലപ്പം മെക്കാനിക്സ് ആൻഡ് സോളിഡ്സിൽ നിന്ന് 6 ചോദ്യങ്ങൾ, സ്ട്രക്ചറൽ അനാലിസിസിൽ നിന്ന് 5 ചോദ്യങ്ങൾ, ആ ഒരു രീതിക്കാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 സബ്ജക്ട്സിനും ഇൻഡിവിജ്വലി 10 മാർക്ക് വെയിറ്റേജ് ഇല്ല. അപ്പോൾ നമ്മൾ പഠിക്കുമ്പം 5 മാർക്കാണ് അതിന് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ സർവേയിങ്, ക്വാണ്ടിറ്റി സർവേയിങ്, അതൊക്കെ നമുക്ക് ചേർത്തിട്ടാണ് നമുക്ക് 10 മാർക്ക് വരാം. പിന്നെ നമുക്ക് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഹൈഡ്രോളജി, ഇറിഗേഷൻ, ഇത് 3 ചേർത്തിട്ടാണ് 10 മാർക്ക്. അപ്പോൾ നമുക്ക് 1-2 ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും ഹൈഡ്രോളജിയിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ 2 മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര സമയം ചിലവഴിക്കുന്നു, അല്ലെങ്കിൽ 20 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സ് നമുക്ക് അവിടെയുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ എത്ര സമയം ചിലവഴിക്കുന്നു, ഇതൊക്കെ നമ്മുടെ മാർക്കിനെ ബാധിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് 60+ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ഓരോ മൊഡ്യൂളിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നമ്മളിവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ പഠിക്കേണ്ട 2 മൊഡ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് വരുന്ന മൊഡ്യൂളും അതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, ഇത്രയും ചേരുന്ന 2 മൊഡ്യൂൾ. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ 20+20 40 മാർക്കാണ് നമുക്ക് പരീക്ഷയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലെ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന പേപ്പറിൽ നിന്ന് 17ഓളം മാർക്ക് നമ്മുടെ എക്സാമിനുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 2020 ശേഷം ഉള്ള പേപ്പർ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ 16 മുതൽ 18 വരെ വെയിറ്റേജ് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്നുള്ള ഒറ്റ പേപ്പർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിന് എത്രത്തോളം എക്സാമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിലെ പല ചോദ്യങ്ങളും പലപ്പോഴും നമുക്ക് എഴുതാൻ പറ്റാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇന്ന് മുതൽ ആദ്യം വർക്ക് ചെയ്യേണ്ട സബ്ജക്റ്റ് എന്ത് തന്നെയാണ്? ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ ഒരു 17 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഓരോ മാർക്കും ഓരോ എക്സാമിനും വാലിഡ് ആണ്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് 1 മാർക്ക് കൊണ്ട് തന്നെ പല റാങ്കുകൾ വ്യത്യാസം വരാം. എന്നിരുന്നാൽ പോലും 17 മാർക്ക് എന്ന് പറയുന്ന ആ ക്രൂഷ്യലായിട്ടുള്ള 17 മാർക്ക് കിട്ടാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൽ നമുക്ക് ആദ്യമായിട്ട് ബീംസ് ഉണ്ട്, കോളം ഉണ്ട്, സ്ലാബ് ഉണ്ട്, സ്റ്റെയർ കേസ് ഉണ്ട്, വാട്ടർ ടാങ്ക് ഉണ്ട്, പ്രീസ്ട്രസ് കോൺക്രീറ്റ് ഉണ്ട്. അതായത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ BTechന് പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ റീറ്റെയിലിംഗ് വോളിൻ്റെയൊക്കെ വലിയ ഡിസൈനും കാര്യങ്ങളും ഒന്നുമല്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇത്രയും പഠിക്കുമ്പോഴാണ് നമുക്ക് 17 മാർക്ക് നമ്മളുടെ കയ്യിൽ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് പറയുന്നുണ്ട്. സ്റ്റീൽ സ്ട്രക്ചേഴ്സിന് കേവലം 3 മാർക്കൊക്കെയാണ് നമുക്ക് വെയിറ്റേജ് നമ്മുടെ എക്സാമിന് മാക്സിമം വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു 3 മാർക്കിന് സ്പെൻഡ് ചെയ്യേണ്ട ടൈം നിങ്ങൾ അതനുസരിച്ച് കൊടുത്താൽ മതി. ബാക്കി ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിന് തന്നെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കാം. പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, കൺസ്ട്രക്ഷൻ ടെക്നോളജി, അതുപോലെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ എല്ലാ പരീക്ഷയ്ക്കും പഠിക്കുന്നതാണ്. കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ലെവലിൽ കുറച്ചുകൂടെ നമ്മൾ ഇൻഡെപ്തിൽ വായിക്കുന്നുണ്ടായിരിക്കും. കാര്യം അതിനകത്ത് കുറച്ച് എത്തിക്സും അതുപോലെ സേഫ്റ്റി കാര്യങ്ങളും ക്വാളിറ്റി മാനേജ്മെൻറ്റും ഒക്കെ പഠിക്കുന്നുണ്ട്. സോ നമുക്ക് അത് ഡെഫിനറ്റ്ലി വേറെ തന്നെ നോക്കണം. പക്ഷേ നമ്മൾ കഴിഞ്ഞ LSTD പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ നിന്ന് തിയറി പാർട്ടിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് മിക്കതും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് കറക്റ്റ് ആക്കിയ ആൾക്കാർ വളരെ ചുരുക്കമായിരുന്നു. ഇതുപോലെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ലാത്ത പുതിയ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ നമ്മൾ അവയെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കുന്നു. ആൻഡ് അതാണ് തീരുമാനിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ മുകളിൽ ആര് കൊണ്ടെത്തിക്കുന്നു. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉത്തരം എഴുതണമെങ്കിൽ ഈ സബ്ജക്റ്റിൽ ഗ്രാഹ്യമായ നോളജ് ഉണ്ടായിരിക്കണം. നമ്മൾ പല സോഴ്സിൽ നിന്ന് നമുക്ക് ഐഡിയ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് ക്വസ്റ്റ്യൻ കുഴക്കിയ ഒരു ഭാഗമാണ് കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ വരുന്ന കോൺക്രീറ്റ് ടെക്നോളജി പോർഷൻ. കോൺക്രീറ്റ് ടെക്നോളജി MS ചെട്ടിയുടെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് കംപ്ലീറ്റ്ലി പക്ക 100% അതിൽ നിന്ന് ചോദ്യങ്ങൾ എടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത്. അതും നമ്മൾ ബോക്സ് കോമ്പൗണ്ട് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൽ നിന്ന് ജെല്ലിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വന്നു. അപ്പം നമ്മൾ
ഈ 2 സബ്ജക്ട്സും കുറച്ച് കെയർ എടുത്ത് പഠിക്കേണ്ട സബ്ജക്ട്സ് ആണ്. എസ്പെഷ്യലി ESCയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ നമുക്ക് ഈ 2 സബ്ജക്ട്സിൽ നിന്നും കളക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഡെഫിനറ്റ്ലി അത് തന്നെയാവണം നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ 2 സബ്ജക്ട്സും ഈ പറഞ്ഞ 2 മൊഡ്യൂൾസും നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ 10 മാർക്ക് വീതമുള്ള കുറച്ച് പേരെ പരിചയപ്പെടുത്തരാം. അതിലൊരാളാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം, ഇപ്പം നമ്മൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അതിൻ്റെ മേലിൽ കൂടുതൽ ഫോക്കസ് ചെയ്താലുള്ള ഒന്നാമത്തെ ഗുണം, എയ്ക്കുള്ള 10 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. ആ 10 മാർക്കിൽ 9 മാർക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത അല്ല റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ GT സബ്ജക്റ്റിൽ നിന്ന് അങ്ങനെ റെയർലി ആണ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 10 മാർക്ക് നിങ്ങൾ ഉറപ്പിക്കാൻ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഓവർസറിലെ 10 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവലിൽ പ്രിപ്പയർ ചെയ്ത് GT നോളജ് ഉള്ള ഒരാൾക്ക് ഓവർസർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിരിക്കും. ഓക്കെ, പിന്നീട് അതുപോലെ 10 മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പേപ്പറാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. കുറച്ച് വാല്യൂസ് പഠിച്ചു വെക്കുകയും വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗിൽ നിന്ന് കുറച്ച് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഈ 10 മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടും. ആ 10 മാർക്ക് കൊണ്ട് തന്നെ ഓവർസിയർ എക്സാമും നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ 20 മാർക്കിൻ്റെ സബ്ജക്റ്റുകൾ 2 പേരെ പരിചയപ്പെട്ടു. അതുപോലെ 10 മാർക്ക് 2, ഇപ്പം തന്നെ 60 മാർക്കായി. പിന്നീട് നമുക്ക് സ്ട്രക്ചറൽ അനാലിസിസും മെക്കാനിക്സ് സോൾവ്സും ഇല്ലാതെ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്തായാലും പഠിക്കാൻ പറ്റത്തില്ല. സോ ആ 10 മാർക്കും അവിടെ നിങ്ങൾക്ക് സേഫ് ആവും. കാര്യം അതിൻ്റെ വലിയ വലിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസൈനിലേക്ക് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രക്ചറൽ അനാലിസിസും മോസും ഒരിക്കലും ഒഴിവാക്കരുത്. മെക്കാനിക്സ് സോൾവ്സ് ബേസ് ആയതുകൊണ്ട് ആ 6 മാർക്ക് ഉറപ്പിക്കുക. ബാക്കി 4 മാർക്ക് സ്ട്രക്ചറൽ അനാലിസിസ് വലിയ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ സ്ട്രക്ചറൽ അനാലിസിസ് പറയുമ്പോൾ നോക്കാതിരിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തിയറി എക്സാമിന് ചോദിക്കുന്ന പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ചോദ്യങ്ങളല്ല ചോദിക്കുന്നത്. തിയറി ലെവൽ, ബേസ് ലെവൽ കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട്. ഫ്ലൂയിഡ് മെക്കാനിക്സ് സ്ഥിരം പരീക്ഷകൾക്ക് ചോദ്യം ബുദ്ധിമുട്ടാക്കുന്ന ഒരു മേഖലയാണ്. ഹൈഡ്രോളിക് മെഷീൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓപ്പൺ ചാനൽ ഫ്ലോയും കൂടെ നോക്കുക. കാര്യം അതിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വെയിറ്റേജ് കൂടുതൽ കണ്ടുവരുന്നുണ്ട് ഈ എക്സാമിന്. പിന്നീട് നമുക്ക് സർവേയിങ് വരുമ്പോൾ ഓൾമോസ്റ്റ് ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. സർവേയിൽ 3-4 മാർക്ക് നമുക്ക് കണ്ണടച്ച് കിട്ടും. ക്വാണ്ടിറ്റി സർവേയിങ് അല്ലെങ്കിൽ എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ്റെ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. പിന്നീട് നമുക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹൈഡ്രോളജി ഇറിഗേഷൻ ഭാഗത്തിൽ ഇറിഗേഷനകത്ത് കനാൽ ഡിസൈൻ, അതുപോലെ തന്നെ വാട്ടർ റിക്വയർമെൻറ്റ്സ്, ഡ്യൂട്ടി ഡെൽറ്റ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ കാര്യങ്ങൾ നോക്കാം. അപ്പം തന്നെ ഏകദേശം നമ്മൾ 90% ആൾക്കാരും ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഏർബൻ പ്ലാനിംഗ് ആണ്. ഏർബൻ പ്ലാനിംഗ് പോർഷനിൽ നിന്ന് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ഒരു ചോദ്യം പലതും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ബിക്കോസ് പ്ലാനിംഗ് പോർഷൻ ഇസ് വെരി ഈസി. അത് പരീക്ഷ അടുക്കുന്ന സമയത്ത് മാത്രം വായിച്ചാൽ മതി. നിങ്ങൾ നോട്ട്സ് എടുത്തിട്ട് ക്ലാസ് കാണണമെന്നില്ല, നോട്ട്സ് എടുത്തിട്ട് വായിച്ച് പഠിച്ചാൽ മതി. പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനകത്ത് ഹൈവേ ഉണ്ട്, റെയിൽവേ ഉണ്ട്, എയർപോർട്ട് ഉണ്ട്, ഡോഗ് ഹാർബർ ടണലുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഡോഗ് ഹാർബർ ടണലൊക്കെ തിയറി ക്ലാസ്സസ് ആണ്, നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. റെയിൽവേ എഞ്ചിനീയറിംഗിൽ നിന്ന് പ്രോബ്ലം വരാം. ഹൈവേ എഞ്ചിനീയറിംഗിൽ നിന്ന് നമുക്ക് ജോമെട്രിക് എലമെൻസിൽ നിന്നും അതുപോലെ തന്നെ ട്രാഫിക് എഞ്ചിനീയറിംഗ് പോർഷൻസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ എല്ലാ സബ്ജക്ട്സും എടുക്കുമ്പോൾ ഏത് ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്, നമ്മുടെ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൽ പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് പ്രത്യേകം കെയർ കൊടുത്ത് IS 1343 എടുത്ത് വെച്ച് കോഡൽ പ്രൊവിഷൻ പഠിക്കുക. ലോസസിൻ്റെ പാർട്ട് നന്നായി പഠിക്കുക. ലോസസിൻ്റെ പോർഷനിൽ നിന്ന് എവിടെയൊക്കെ പ്രോബ്ലംസ് കാണുന്നുണ്ടോ ആ പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്യുക. ആ പ്രോബ്ലംസായിട്ട് തന്നെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ എക്സാമിന് നമുക്ക് 60 മാർക്ക് 60+ മാർക്ക് എന്ന സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും. ഇനി ഇത്രയും ദിവസത്തിനുള്ളിൽ എങ്ങനെ പഠിക്കും എന്നുള്ള കാര്യമായിരിക്കും. ഇനിയുള്ള ദിവസത്തിൽ ഒരു 6-7 മണിക്കൂർ നിങ്ങൾ പഠിക്കാനായി മാത്രം ഡിവോട്ട് ചെയ്യുക. അതിപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം 2-3 ദിവസം പാലിക്കേണ്ട കാര്യമല്ല. നമുക്ക് 8-ാം തീയതിയാണ് പരീക്ഷയെങ്കിൽ 8-ാം തീയതി രാവിലെ വരെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. PYQs ചെയ്യാനായിട്ടുള്ള ടൈം വേണം. ഇതിനുള്ളിൽ PYQs അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ മാറ്റി വെച്ചേ പറ്റും. ഈ 7 മണിക്കൂർ പഠിക്കുന്നതിൽ 1 മണിക്കൂർ എക്സ്ട്രാ അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ദാറ്റ് നിങ്ങൾ നിങ്ങളുടെ ഒരു ലെവൽ അനുസരിച്ച് 1 മണിക്കൂർ ടൈമർ വെച്ച് ബുക്കിൽ വേറെ നമ്മുടെ ടേബിളിൽ വേറെ ബുക്കും കാര്യങ്ങളും ഒന്നും വേണ്ട. നമ്മുടെ കയ്യിൽ ടൈമറും ക്വസ്റ്റ്യൻസും മാത്രമേ കാണാവുള്ളൂ. 60 മിനിറ്റ് കൊണ്ട് എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾ ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നേ മതിയാവും. അത് എക്സാം ഹാളിൽ ഭയങ്കരമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനൊരു കാര്യം വേണം. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് വേണം.
പഠിച്ചത് റിവൈസ് ചെയ്യാനും മറക്കരുത്. കുറച്ച് പ്രഷറൈസ്ഡ് ആയിട്ടായിരിക്കും പഠിക്കുന്നത്, ബട്ട് ഈ ജൂലൈയിൽ എക്സാം ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്ത കാര്യമാണ്. ഒരു ഡിസംബർ ആയപ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിവ് കിട്ടിയ കാര്യമാണ് ജൂലൈയിൽ എക്സാം ഉണ്ടാകുന്നു. സോ ഓൾറെഡി നിങ്ങളുടെ പ്രിപ്പറേഷനിലൊക്കെ കുറച്ച് എത്തിയ ആൾക്കാരായിരിക്കും. ഇനിയും നിങ്ങൾക്ക് നമ്മുടെ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. AE, OBVIOusly ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് കോഴ്സസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ താങ്ക് യു ഓൾ ആൻഡ് വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്.